ഹലോ ഗൈസ്, ഇന്ന് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് സ്പെയിനും സൗദി അറേബ്യയും തമ്മിലുള്ള മത്സരത്തെക്കുറിച്ചാണ്. എച്ച് ഗ്രൂപ്പിലെ രണ്ട് കരുത്തരായ പോരാട്ടമായിരുന്നു, കരുത്തുകാരായ തമ്മിലുള്ള പോരാട്ടമായിരുന്നത്. എന്നാലും അടിപൊളി ഗെയിം തന്നെ എന്ന് പറയാം. കുറച്ചും കൂടെ സ്ട്രോങ് ഗെയിം പ്രതീക്ഷിച്ചുവെങ്കിലും അത്രത്തോളം സൗദി എത്തിയിട്ടുണ്ടോ, സ്പെയിൻ്റെ അടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് കേട്ടു നോക്ക്, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ അകത്ത്. എന്തായാലും ഇന്നലെ വൈകുന്നേരം അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരമായിരുന്നത്. സ്പെയിനും ആം, സൗദിയും തമ്മിലുള്ള ഒരു നല്ല മത്സരം തന്നെയായിരുന്നു. പക്ഷേ സ്പെയിനിന് മുന്നിൽ സൗദിക്ക് എത്രത്തോളം പിടിച്ചു നിൽക്കാൻ പറ്റി എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. കാരണം അമ്മാതിരി പൂട്ടലാണ് സ്പെയിൻ പൂട്ടിയത്. സ്പെയിൻ്റെ ബോൾ ഇങ്ങനെ തട്ടി തട്ടി പാസ് ചെയ്തുള്ള കളികളിൽ തന്നെ അവർക്കത് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്ത അവസ്ഥയിലേക്കാണ് സൗദി എത്തിയത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക്. ഹായ് ഗൈസ്, അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. നമ്മുടെ തുടക്കം മുതൽ തന്നെ സ്പെയിൻ്റെ അറ്റാക്കായിരുന്നു കണ്ടത്. സ്പെയിൻ സൗദീനെ അടപടലം പൊട്ടിക്കുക തന്നെയാണ് ചെയ്തത്. കാരണം സ്പെയിനിൻ്റെ നമ്മുടെ പന്ത് കൈവശം വെച്ചുള്ള കളിയുണ്ടല്ലോ, തട്ടി 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 പാസ് ചെയ്ത് പാസ് ചെയ്ത് പാസ് ചെയ്ത് പാസ് ചെയ്ത് അമ്മാതിരി കളി തന്നെയായിരുന്നു. സൗദിക്കൊന്നും ചെയ്യേണ്ടായില്ല. സൗദിയുടെ പ്രതിരോധം വെറുതെ ആയിപ്പോയി എന്ന് തന്നെ പറയാം. വെറും 10-ാം മിനിറ്റിൽ തന്നെ നമ്മുടെ അത്ഭുത കിട്ട് ലാമിൻ യാമിൻ, അവൻ്റെ അവൻ്റെ ഗോളാണ് പിറന്നത്. അവൻ്റെ നല്ലൊരു തിരിച്ചുവരവാണ്. പുള്ളിയുടെ കളി കാണാൻ തന്നെ നല്ല രസമാണ്. പുള്ളി നല്ല ചടുല നീക്കവും, പുള്ളി ഓടി 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 പുള്ളി ഇങ്ങനെ പാസ് ചെയ്ത് ഭയങ്കര സ്പീഡും ഭയങ്കര കാര്യങ്ങളുമാണ്. പുള്ളീനെ കളി കാണുന്നവർക്ക് മനസ്സിലാവും. ഒരു അത്ഭുത കിഡ് തന്നെയായിരുന്നു. പുള്ളിയുടെ നല്ലൊരു തിരിച്ചുവരവായിരുന്നു ഈ കളി. വളരെ മനോഹരമായ കളിയായിരുന്നു. വെറും 10-ാം മിനിറ്റ് തന്നെ ഒരു ഗോളടി തുടങ്ങി. അത് സൗദിയുടെ എന്ന് പറയാൻ വളരെ മോശം ദിവസം തന്നെയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരുടെ പ്രതിരോധം ആകെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലാത്ത അവസ്ഥയിലായിരുന്നു അവർ കണ്ടത്. കാരണം അമ്മാതിരി കളിയായിരുന്നു കളിച്ചത്. നല്ല സൗദിക്ക് കൂടുതലൊന്നും അതിൻ്റെ അകത്ത് ചെയ്യണം. അവരുടെ ഇടയ്ക്കിടയ്ക്ക് രണ്ടെണ്ണം കിട്ടി അങ്ങോട്ട് അടിച്ചു കൂട്ടാതെ അല്ലാണ്ട് പ്രത്യേകിച്ച് അവരെ കൊണ്ടൊന്നും സാധിച്ചില്ല സൗദിക്ക്. അതല്ല, കളി തുടങ്ങിയ 10-ാം മിനിറ്റിൽ തന്നെ ഗോളും വീണു. അത് തന്നെ അവരുടെ ഒരു പിന്നെ ഒരു കാര്യം പറയാൻ മറന്നില്ല, അവൻ്റെ ആഘോഷം, അവൻ്റെ ഗോളടിച്ചുള്ള ആഘോഷം അത് അതിമനോഹരമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അവൻ്റെ ഗോൾ കടി കഴിഞ്ഞിട്ട് അത് കാണുന്നതിന് വേണ്ടി. പിന്നെ അത് നീണ്ടു നിന്നില്ല. 21-ാം മിനിറ്റിലും 24-ാം മിനിറ്റിലും നമ്മുടെ മീഖയാൽ ഒസർബോ ഒസർ ഒസർ സബാൽ ഓയർ സബാളോ സോറി ഓയർ സബാൾ ഓയർ സബാൾ എന്ന് തോന്നുന്നു. ഓക്കെ, അതിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. ഓയർ സബാൾ 21-ാം മിനിറ്റ് 24-ാം മിനിറ്റിലും രണ്ട് ഗോളം അടിച്ച് കയറ്റി. അതോടുകൂടി സൗദി ഏകദേശം തീരുമാനമായി. കാരണം അവരുടെ നടു ഒടിച്ചെന്ന് തന്നെ പറയാം. അവർക്ക് പിന്നെ വേറെ ഒന്നും അതിൻ്റെ അകത്ത് ചെയ്യാണ്ടായില്ല. അവർ ഫസ്റ്റ് ഹാഫിൽ തന്നെ 3-0 എന്ന് പറയുമ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, വേറെ ഒന്നും പറയാനില്ല. അങ്ങനെ ഫസ്റ്റ് ഹാഫ് 3-0 തീരുമാനമായി. ഓക്കെ, അതിന് സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ സെക്കൻഡ് ഹാഫിൽ സൗദി അറ്റാക്ക് ചെയ്ത് കളിക്കും എന്ന് പ്രതീക്ഷിച്ചെങ്കിലും അത്രത്തോളം അവർക്ക് വിലപ്പോയില്ല എന്ന് തന്നെ പറയാം. സൗദിക്ക് എത്രത്തോളം അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ള ഒറ്റ ഉദാഹരണം തന്നെയായിരുന്നു ഇന്നലത്തെ കളി. കാരണം അമ്മാതിരി പാസിങ്ങും അമ്മാതിരി നല്ലൊരു കളിയായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ അവരുടെ പ്രതിരോധം എത്രത്തോളം, സൗദിയുടെ പ്രതിരോധം വളരെ മോശമായിരുന്നു. നമ്മളെ സ്പെയിനിലേക്ക് അടിച്ചു കയറ്റി ശ്രമിച്ചാലും സ്പെയിൻ എത്രത്തോളം നല്ല പ്രതിരോധമുള്ള നല്ല കളിയായിരുന്നു സ്പെയിൻ കളിച്ചത്. അങ്ങനെ രണ്ടാം പകുതിയിൽ 49-ാം മിനിറ്റിൽ സൗദിയുടെ ഡിഫൻഡറായ ഒരു പേരും മറന്നുപോയി, എന്തോ തമ്പാക്കിയോ, എനിക്കറിയില്ലാത്തതുകൊണ്ട് കേട്ടോ. കാരണം വെച്ചാൽ നമ്മളവർ അറിഞ്ഞു തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ തമ്പാക്കിയുടെ വക ഒരു സെൽഫ് ഗോള്, 4-0. പിന്നെ അവർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോയിട്ട് എന്താ പറയുക, ഒന്ന് കുനിഞ്ഞ് നിൽക്കാൻ പോലും പറ്റിയില്ല എന്നൊരവസ്ഥയിൽ തന്നെ സൗദീനെ സ്പെയിൻ എത്തിച്ചു. സ്പെയിൻ്റെ 4-0 ഒരു ടീം എത്താന്ന് പറഞ്ഞാൽ പിന്നെ തിരിച്ച് അടിച്ച് കളിക്കാൻ അവർ ശ്രമിച്ചാലും എത്രത്തോളം അവരുടെ മാനസികമായി അവരുടെ എത്രത്തോളം പിടിച്ചേക്കാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ. പക്ഷേ 4-0 തന്നെ അവർ തീരുമാനമാക്കി. കാരണം പിന്നെ സൗദിയുടെ നടു ഒടിഞ്ഞ പോലെ തന്നെയായി. ഇതിനൊന്നും ചെയ്യാനുണ്ടായില്ല. സൗദി കീഴടങ്ങുക മാത്രമായിരുന്നു സൗദിയുടെ അടുത്തത്, വേറെ ഒന്നും ഉണ്ടായില്ല. അങ്ങനെ 4-0 കളി സ്പെയിൻ വിജയിച്ചു. അതോടുകൂടി എച്ച് ഗ്രൂപ്പിലെ ഒന്നാം സ്ഥാനത്തെത്തി സ്പെയിൻ. പിന്നെ സൗദിയുടെ അവസ്ഥ എന്നുള്ള എച്ച് ഗ്രൂപ്പിൽ ഇനി കടന്നു കയറുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അത് എത്രത്തോളം ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്തായാലും സൗദിയുടെ കാര്യം ഏകദേശം തീരുമാനമായി എന്ന് തന്നെ പറയാം. നമ്മുടെ സ്പെയിനാണെങ്കിൽ സെക്കൻഡ് റൗണ്ടിലേക്ക് കയറുകയും ചെയ്യും. നോക്കൗട്ടിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു. കാരണം നല്ല ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി തന്നെയാണ് സ്പെയിൻ പോകുന്നത്. എന്തായാലും ഇനി അടുത്ത കളിയിൽ സ്പെയിൻ ജയിക്കും. സ്പെയിൻ്റെ ആരാധകരെ സംബന്ധിച്ച് കഴിഞ്ഞ പ്രാവശ്യം സ്പെയിൻ ഈ പറയും പോലെ
അത്രത്തോളം കഴിഞ്ഞ വേൾഡ് കപ്പിൽ സാധിക്കാൻ വിജയിക്കാൻ സാധിച്ചില്ല, കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ സാധിച്ചില്ല. അതിൻ്റെ എല്ലാം ഈ വേൾഡ് കപ്പിൽ തീർക്കുമെന്ന് തന്നെയാണ് സ്പെയിൻ്റെ ആരാധകർ വിശ്വസിക്കുന്നത്. എല്ലാവർക്കും സ്പെയിൻ നല്ല ടീമാണ്. സ്പെയിൻ നല്ല ടീം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ടീമാണ് സ്പെയിൻ. പക്ഷേ എന്തോ എല്ലാം ഒത്തുവരുമ്പോഴാണല്ലോ നമുക്ക് ഗോളും നമുക്ക് എല്ലാം നമ്മളിലേക്ക് എത്തിത്തീരുന്നു. അപ്പോൾ നല്ലൊരു ഗെയിം പ്രതീക്ഷ എല്ലാവർക്കും. അത്രത്തോളം നല്ല ഗെയിം ആയിരുന്നില്ലെങ്കിലും ഒരു വൺ സൈഡ് ഗെയിം പോലെ തന്നെയായിരുന്നു. എന്നാലും കളി കണ്ടവർക്കും കളി കാണാത്തവർക്കൊക്കെ എൻ്റെ ഈ പറയുന്നത് കുറച്ചെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു. പുതിയൊരു വീഡിയോയുമായി പിന്നെ കാണാം. ഓക്കെ, ബൈ.